Hello and welcome back to Gracefully You with Jofi Matthew. കഴിഞ്ഞ വീഡിയോയിൽ 5 ഡിഫറെൻറ്റ് ബോഡി ടൈപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഓരോ ബോഡി ടൈപ്സിനും ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഈ ഓരോ ബോഡി ടൈപ്പിനും ഇണങ്ങുന്ന സിലുവേറ്റ്സ് ആൻഡ് ഔട്ട്ഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Hourglass figure. This is considered to be the most feminine body shape. 36, 24, 36 എന്നൊക്കെ പറയില്ലേ. Hourglass ഫിഗറിൻ്റെ ഒരു പ്രത്യേകത, ഷോൾഡേഴ്സ് ആൻഡ് ഹിപ്പ് വിൽ ബി അലൈൻഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ദേ വിൽ ഹാവ് എ നിബ്ഡ് ഇൻ വേസ്റ്റ് ലൈൻ. hourglass തന്നെ 2 ടൈപ്പിലുണ്ട്, ദ ലീൻ hourglass ആൻഡ് ദ കർവി hourglass. ഈ ഫിഗറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെയ്റ്റ് ഗെയിൻ വിൽ ബി ഓൾ ഓവർ ദ ബോഡി. അതുകൊണ്ട് തന്നെ പ്രൊപ്പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എളുപ്പമാണ്. hourglass ഫിഗർ ഉള്ള ലേഡീസിന് their body is an asset to them. Women with hourglass figure should actually focus on flaunting their curves rather than hiding them. Hourglass figure ഉള്ളവർ should try and avoid wearing too many layers, boxy jackets, loose fitting clothes. ഇതൊക്കെ അവരെ boxy and bulky ആയിട്ട് കാണിക്കും. പിന്നെ they should try and avoid wearing leggings with voluminous tops. ഇത് അവരെ ഭയങ്കര disproportionate ആയിട്ടായിരിക്കും കാണിക്കുന്നത്. And another thing which they should avoid is low-rise jeans and trousers. Low-rise jeans and trousers ഇടുമ്പം അവരുടെ ഹിപ്പ് ഒന്നും കൂടെ വൈഡർ ആയിട്ട് തോന്നും. Hourglass figure ഉള്ളവർ should always wear well-fitted clothes. This will emphasize their well-proportionate figure. Jeans and trousers ഇടുമ്പോൾ they should avoid low-rise. Instead go for mid-rise അല്ലെങ്കിൽ high-rise jeans and trousers. ഇത് അവരുടെ ആ ഒരു well-defined ആയിട്ടുള്ള വേസ്റ്റ് ലൈനും ഹിപ്സും ഒക്കെ നന്നായിട്ട് എംഫസൈസ് ചെയ്ത് കാണിക്കും. And another option they can go for is wrap around dresses with which ties at the waistline. അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ പെൻസിൽ സ്കേർട്സ്, പെൻസിൽ ഡ്രസ്സസ്, ഇന്ത്യൻ വെയറിലാണെന്നുണ്ടെങ്കിൽ എ ലൈൻ കുർത്തീസ്, സാരീസ് ഇടുമ്പോൾ പ്ലീറ്റഡ് ഡ്രേപ്പ് ഉള്ള സാരീസ് ആണെങ്കിൽ ഇവരുടെ ഫിഗറിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കും. ലീൻ hourglass ഉള്ളവർക്ക് കോളേർഡ് കുർത്തീസ് ഒക്കെ നന്നായിട്ട് ഇണങ്ങും. ചൈനീസ് കോളർ, ക്രോപ്പ് ടോപ്സ്, ഹോൾട്ട് നെക്ക് ടോപ്സ്, ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. പ്രിൻസസ് കട്ടുള്ള കുർത്തീസൊക്കെ നന്നായിരിക്കും. ഫുൾ hourglass ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള വി നെക്ക് നന്നായിരിക്കും. കോളേഴ്സ് പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വി നെക്ക് ടോപ്സ്, കുർത്തീസ്, ഇതുപോലെ എ ലൈൻ കുർത്തീസ് നന്നായിരിക്കും. സാരീസിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലീറ്റഡ് ഡ്രേപ്സ്, അത് ഏത് ഫിഗർ hourglassൽ ലീൻ ആയാലും ഫുള്ളർ hourglass ആണെങ്കിലും സാരീസിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഹിപ്പ് പ്ലീറ്റ്സിന് എംഫസിസ് കൊടുത്തിട്ടുള്ള ഒരു ഡ്രേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു കർവി ഫിഗർ അല്ലേ, അതിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഹിപ്പ് പ്ലീറ്റ്സ് നന്നായിട്ട് കൊടുത്ത് പ്ലീറ്റഡ് ഡ്രേപ്പ് ആണ്, അതിൻ്റെ കൂടെ ഒരു വേസ്റ്റ് ചെയിനും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ജാൻവി കപൂർ, പ്രിയങ്ക ചോപ്ര, സൊനാക്ഷി സിൻഹ, കരീന കപൂർ, ഇവരൊക്കെ hourglass ഫിഗറുള്ള ബോളിവുഡ് സെലിബ്രിറ്റീസ് ആണ്. നിങ്ങൾക്ക് hourglass ഫിഗർ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സ്റ്റൈൽ റെഫറൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യുവർ വാർഡ്രോബ് ഷോപ്പിംഗ് ഈസിയർ. റെക്ടാങ്കുലർ ബോഡി ഷേപ്പ്. റെക്ടാങ്കുലർ ബോഡി ഷേപ്പും 2 തരത്തിലുണ്ട്, ലീൻ കോളം റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയറിഷ് റെക്ടാങ്കിൾ. ലീൻ കോളം റെക്ടാങ്കുലർ ബോഡി ഷേപ്പ് ഉള്ളവർ പൊതുവേ സ്കിന്നി ആൻഡ് ടോൾ ആയിരിക്കും. റെക്ടാങ്കുലർ ബോഡി ഷേപ്പ് ഉള്ളവർക്ക് പൊതുവേ ലോങ് ലെഗ്സ് ആണ് കാണുന്നത്. ആൻഡ് ഇവർക്ക് ഡെഫിനറ്റ് വേസ്റ്റ് ലൈൻ ഉണ്ടായിരിക്കത്തില്ല, ഒരു വേസ്റ്റ് ഡെഫിനിഷൻ ഉണ്ടായിരിക്കത്തില്ല. വെരി ഓഫൻ വി മിസ്റ്റേക്ക് ദം ഫോർ hourglass, പക്ഷേ ദേ ഡു നോട്ട് ക്വാളിഫൈ ആസ് എൻ hourglass ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ദെയർ ഡെഫിനറ്റ് വേസ്റ്റ് ലൈൻ. ഇവർക്ക് നമ്മൾ ചെയ്യേണ്ടത് തന്നെ, ഫോക്കസ് ചെയ്യേണ്ടത്, വി ഷുഡ് ക്രിയേറ്റ് ആൻ ഇല്യൂഷൻ ഓഫ് എ വേസ്റ്റ് ലൈൻ. ഒരു കർവ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബെൽറ്റ് ഉള്ള ഔട്ട്ഫിറ്റ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ട്രൗസേഴ്സൊക്കെ ടക്കിൻ ചെയ്ത് വെയർ ചെയ്യുമ്പോൾ ഇവർക്കൊരു ഡെഫിനറ്റ് വേസ്റ്റ് ലൈൻ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒബ്വിയസ് ആവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റെക്ടാങ്കുലർ ഫിഗർ ടൈപ്പ് ഉള്ളവർക്ക് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നന്നായി ചേരും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജാക്കറ്റ്സ്, പെപ്ലം ടോപ്സ്, ഇതൊക്കെ ഇല്ലാത്ത ഒരു വേസ്റ്റ് ലൈൻ്റെ ഇല്യൂഷന് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റ് ലൈനിന് എംഫസിസ് കൊടുക്കാത്ത സ്ട്രെയിറ്റ് ഡ്രസ്സസ്, അതും ഇവർക്ക് നന്നായി ചേരും. ഇന്ത്യൻ വെയറിൽ വൈഡ് ഫ്ലെയർ ഉള്ള എ ലൈൻ കുർത്തീസ്, എംബായ് വേസ്റ്റ് ലൈൻ അനാർക്കലീസ്, കലീദാർ കുർത്തീസ്, ഇതൊക്കെ ഒരു വേസ്റ്റ് ലൈൻ്റെ കർവ് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ് ആണ്. അതുപോലെ റെക്ടാങ്കുലർ ഫിഗർ ഉള്ളവർക്ക് ട്രൗസേഴ്സ് നന്നായിട്ട് സൂട്ട് ചെയ്യും. സ്കിന്നി ജീൻസ് ഏറ്റവും നന്നായിട്ട് സൂട്ട് ചെയ്യുന്നത് ലീനിയർ കോളം റെക്ടാങ്കിൾ ഫിഗർ ഉള്ളവർക്കാണ്.
ഇവരുടെ ബോഡി സ്കിനി ജീൻസിലും സ്കിനി ട്രൗസേഴ്സിലും ഒക്കെ വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. വേറെ സ്ക്വയറിഷ് റെക്ടാങ്കിൾ ഫിഗർ ഉള്ളവർക്ക് സ്കിനി ജീൻസ് അത്ര സൂട്ട് ചെയ്യത്തില്ല, അവർക്കൊരു ഇംബാലൻസ് ഫീൽ ചെയ്യും ബിക്കോസ് ദെയർ ടോർസോ സ്ലൈറ്റ്ലി ബിഗർ. റെക്ടാങ്കിളിലെ ബോഡി ഷേപ്പ് ഇസ് ക്വൈറ്റ് അത്ലറ്റിക്, പക്ഷേ ഇവർക്കൊരു ഫെമിനിനിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒരു ഫെമിനിൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് റഫിൾസ് ആൻഡ് ലേസസ്, ബോസ്, ഫെമിനിൻ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് യൂസ് ചെയ്യാം, ഡെലിക്കറ്റ് എംബ്രോയിഡറീസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇവർക്കൊരു ഫെമിനിൻ ടച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ദീപിക പദുക്കോൺ, അനുഷ്ക ശർമ്മ, ശ്രിയ സരൻ ഒക്കെ ഈ ഒരു ഫിഗർ ടൈപ്പിൽ വരുന്ന സെലിബ്രിറ്റീസാണ്. റൗണ്ട് ബോഡി ടൈപ്പ് അല്ലെങ്കിൽ ആപ്പിൾ ബോഡി ഷേപ്പ്. ഈ ഫിഗർ ഉള്ളവർ ദേ ടെൻഡ് ടു പുട്ട് ഓൺ വെയ്റ്റ് അറൗണ്ട് ദ വേസ്റ്റ് ലൈൻ. Women in their 40s and above usually fall under this category. Shoulders and hips will be around the same size. Arms and legs will be thinner compared to the torso. Fuller ആയിട്ടുള്ള bust line and midsection ആയിരിക്കും ഇവർക്ക്. മൊത്തത്തിൽ ഇച്ചിരി റൗണ്ടഡ് ഫിഗർ ആയിരിക്കും, ഇച്ചിരി ഫ്ലഷി ആൻഡ് റൗണ്ടഡ് ആയിരിക്കും ഇവരുടെ ബോഡി. ആപ്പിൾ ബോഡി ഷേപ്പ് ഉള്ളവർ ബോഡിക്കോൺ ഡ്രസ്സസ്, ബെൽറ്റഡ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഇവരുടെ മിഡ്രിഫ് കുറച്ച് റൗണ്ടഡ് ആയതുകൊണ്ട് ബെൽറ്റ് ഇടുമ്പോൾ അത് ഭയങ്കര ഓബ്വിയസ് ആയിട്ട് കാണപ്പെടും. അതുപോലെ ഇവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ടു ഹൈഡ് ദെയർ മിഡ്രിഫ് ദേ ഓഫൻ വെയർ ബോക്സി ഔട്ട്ഫിറ്റ്സ്. അതും അവർക്ക് സൂട്ട് ചെയ്യത്തില്ല, അത് അവരെ ഒത്തിരി ബൾക്കി ആയിട്ട് കാണപ്പെടും. പിന്നെ അതുപോലെ തന്നെ എ ലൈൻ കുർത്തീസ്, എ ലൈൻ ഡ്രസ്സസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഡ്രസ്സസ്, കലീദാർ കുർത്തീസ്, ഇതൊക്കെയാണ് അവർക്ക് നന്നായിട്ട് സൂട്ട് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ്. സാരീസ് ചൂസ് ചെയ്യുമ്പോൾ തിൻ ഫ്ലോയി സാരീസ് അവോയ്ഡ് ചെയ്യുക, ബ്രോഡ് ബോർഡേഴ്സ് അവോയ്ഡ് ചെയ്യുക, തിക്ക് ബ്രൊക്കേഡ്സ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ വലിയ പ്രിൻറ്റുകൾ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊക്കെ നമ്മളെ ഒന്നും കൂടെ ഫാറ്റായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ മോഡറേറ്റ്ലി തിക്കായിട്ടുള്ള സിൽക്ക്, കോട്ടൺ, ലിനൻ, ടസർ സിൽക്ക്, ഇതൊക്കെ നന്നായിരിക്കും. പിന്നെ കുഞ്ഞ് പ്രിൻറ്റുകൾ, ചെറിയ ബോർഡേഴ്സ്, ലൈറ്റ് വെയ്റ്റ് സാരീസ്, ഇതൊക്കെ ആയിരിക്കും നന്നായിരുന്നത്. അതുപോലെ തന്നെ യു ക്യാൻ ട്രൈ ഓപ്പൺ പല്ലോ ആയിരിക്കും കുറച്ചും കൂടെ പ്ലീറ്റഡ് സ്റ്റൈലിനെക്കാട്ടി, പ്ലീറ്റഡ് ഡ്രേപ്പിങ്ങിനെക്കാട്ടിലും സിംഗിൾ ലെയർ ഡ്രേപ്പിംഗ് ആയിരിക്കും ഇവർക്ക് ഒന്നുകൂടെ സൂട്ട് ചെയ്യുന്നത്. വയറൊന്ന് ക്യാമഫ്ലാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ട്രൈ ഔട്ട് ഫ്ലോട്ടിംഗ് പ്ലീറ്റ്സ്. താഴേന്ന് കുറച്ച് പ്ലീറ്റ്സ് എടുത്തിട്ട് റിസ്റ്റിലേക്ക് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിൻ്റെ ഭാഗം ഒന്ന് കവറായി കിട്ടും. ഈ സ്റ്റൈൽസ് ഒക്കെ അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ഫിഗർ ടൈപ്പിനെ കുറിച്ച് സംസാരിച്ചു: അവർ ഗ്ലാസ്, റെക്ടാങ്കിൾ ആൻഡ് റൗണ്ട് ബോഡി ഷേപ്പ്. ഇനി അടുത്ത വീഡിയോയിൽ ട്രയാങ്കിൾ ആൻഡ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇമേജ് കൺസൾട്ടിംഗ് or if you want to book a personal session, my contact details are given in the description. Thank you and see you in the next video.